ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ നമ്മുടെ ചികിത്സാ ചെലവ് ആദ്യഘട്ടത്തിൽ 50% നമ്മൾ കുറയ്ക്കും. രണ്ടാം ഘട്ടത്തിൽ 1/3 ചികിത്സാ ചെലവ് കുറയ്ക്കും. എല്ലായിടത്തും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി UDF കേരളത്തെ മാറ്റും. സമഗ്രമായ ഒരു പദ്ധതി, നോളജ് അസറ്റാണ്, ജ്ഞാന സമ്പത്താണ് കേരളത്തിന് നൽകുന്നത് UDF. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ ചെലവാക്കി കിടപ്പാടം പണയപ്പെടുത്തി അവർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു, യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമിന്. UDF വരുമ്പോൾ മറ്റന്നാൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യുകയാണ്. UDF വരുമ്പോൾ കാനഡയിൽ പോയി, UK-യിൽ പോയി, ജർമ്മനിയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് പുറത്തു വന്നാൽ ഒന്നുകിൽ തൊഴിൽ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം. അതിനായിട്ടുള്ള കേരളം ഇതുവരെ കാണാത്ത വലിയൊരു തൊഴിൽ സംരംഭ പദ്ധതി, സമഗ്ര പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. കാർഷിക മേഖലയിൽ സമഗ്രമായ പാക്കേജ്, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആധുനികമായ സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ച്. MS സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട്, ഉൽപാദന ചെലവ് പ്ലസ് 50% തറവില നിശ്ചയിച്ച് കർഷകരുടെ കണ്ണീരിന് പരിഹാരമുണ്ടാക്കും. നെൽകർഷകരെ, മാമ്പഴ കർഷകരെ, പച്ചക്കറി കർഷകരെ, കരിമ്പ് കർഷകരെ, എല്ലാ വിഭാഗം കർഷകരെയും നമ്മൾ ചേർത്ത് നിർത്തും. കർഷകരെ ഉപേക്ഷിച്ചാൽ മണ്ണിനോട് അദമ്യമായ ബന്ധമുള്ള കർഷകർ. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളോട് 35 സംഘടനകൾ വന്ന് പാലക്കാട് സംസാരിച്ചു. സംവദിക്കാം പുതുയുഗത്തിനായി എന്നായിരുന്നു അതിന്റെ പേര്. അവർ 41 സംഘടനകൾ വന്നു. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, UDF ഒരാഴ്ചക്കുള്ളിൽ പാലക്കാട് ഡോക്യുമെന്റ് തയ്യാറാക്കും. പാലക്കാടിന് പ്രയോറിറ്റി, മുൻഗണന, കാർഷിക മേഖല, വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ പാലക്കാടിന്റെ പ്രശ്നങ്ങൾ വെറുതെ രേഖയുണ്ടാക്കുകയല്ല, സമയബന്ധിതമായി അത് പരിഹരിക്കും. അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ജനപ്രതിനിധികൾ ശ്രീ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കും. ആ പാലക്കാട് ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന്റെ ചുമതല ശ്രീ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാം, ശ്രീ ഷാഫി പറമ്പിലുണ്ടാവും, എല്ലാവരും ചേർന്ന് തയ്യാറാക്കും. നമ്മൾ അതിന് പരിഹാരമുണ്ടാക്കും. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നമുക്കൊരു സ്വപ്നതുല്യമായ ഒരു പദ്ധതിയുണ്ട്. കേരളത്തിന് 600 കിലോമീറ്റർ ദൂരം കടലാണ്, പ്രകൃതി തന്ന വരദാനമാണ്. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ. ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മളൊരു കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക. ഇതിന്റെ 4/1 ചെലവിൽ റോഡ് കുറെ ഫ്രീ ആവും. രണ്ടാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും കാസർഗോഡ് തിരുവനന്തപുരം വരെ സഞ്ചരിക്കാൻ. മൂന്നാം ഘട്ടത്തിൽ നദികളെ, ബാക്ക് വാട്ടറിനെ സംയോജിപ്പിച്ചുള്ള സമഗ്രമായ ടൂറിസം പദ്ധതി. ടൂറിസത്തിൽ പാലക്കാടിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്, അത് ഞാൻ പറയാം. ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്ന നമ്മുടെ സ്വപ്നമാണ്. ഇത് തയ്യാറാക്കിയ ഷിപ്പിംഗ് എക്സ്പേർട്സ്, മാരിടൈം എക്സ്പേർട്സ് എന്നോട് പറഞ്ഞു, ഈ പരിപാടി നടത്താൻ ഈ കേരളം പോലൊരു സ്ഥലം ലോകത്തെങ്ങുമില്ലെന്നാണ്. നമ്മുടെ പ്രകൃതി നമുക്ക് തന്ന സ്ഥലത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തണ്ടേ? ടൂറിസം, ഞാൻ ചോദിക്കട്ടെ, ഈ പാലക്കാട് എത്ര മനോഹരമാണ്. നെല്ലിയാമ്പതിയും സൈലന്റ് വാലിയും പറമ്പിക്കുളവും ശിരുവാണിയും എല്ലാം കോട്ടയം ഉൾപ്പെടെയുള്ള എത്ര മനോഹരമായ സ്ഥലങ്ങളാണ്. കാണാൻ ഗംഭീരമായ പാടശേഖരങ്ങൾ. പാലക്കാടിന്റെ ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ പാലക്കാടിന് ഒരു ടൂറിസം പ്രോജക്റ്റ് കൂടി, മനോഹരമായ ഒരു ഇന്റഗ്രേഷൻ കൂടി അതിനകത്തുണ്ടാവും. ഞാൻ ഒരുപാട് പദ്ധതികളുണ്ട്, പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് നിലനിൽക്കട്ടെ. പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും, ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വരവ് മാത്രമല്ല, കേരളത്തെ മാറ്റാൻ കൂടിയുള്ള വരവാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF-ന് വേണ്ടി കേരളം ഇനി പുറകോട്ട് നടക്കില്ല.
കേരളം ഇനി മുന്നിലേക്ക് കുതിക്കും. വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു കേരളം ഉണ്ടാകും. ആ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കും. ഇവിടെ അതൊന്നും അല്ല ചർച്ച. ഇവിടെ ചർച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ നമുക്കറിയാം, സംഘപരിവാറിനെ അറിയാം. മനുഷ്യനെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ട അവർക്ക് സങ്കടം വരും. അപ്പൊ വിദ്വേഷ പ്രചരണം നടത്തും, തമ്മിലടിപ്പിക്കും, സംഘർഷം ഉണ്ടാക്കും. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുകയാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ഇത്ര അധപ്പതിക്കുമെന്ന് ഞാൻ കരുതി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഭയങ്കര ന്യൂനപക്ഷ പ്രേമമായിരുന്നു. പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ മനസ്സിലായി ഇത് കാപട്യമാണെന്ന്. അവർ വോട്ട് ചെയ്തില്ല. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ നേരെ പ്ലേറ്റ് മാറ്റി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി വർഗീയതയുടെ തിരികത്തിച്ചു, ഭൂരിപക്ഷ വർഗീയതയുടെ. പിന്നെ കിങ്കരന്മാരുടെ വരവായി AK ബാലനും സജി ചെറിയാനും വിജയരാഘവനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വർഗീയത പ്രസംഗിക്കുന്ന ആളുകളെ പിണറായി വിജയൻ പോയി പൊന്നാട എണീക്കും. അത് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. വർഗീയത പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ പൊന്നാട എണീച്ച് ആദരിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഇവരെ കൊണ്ട് എല്ലാം വർഗീയത പറയിക്കുകയാണ് കേരളത്തിൽ. എന്താ സജി ചെറിയാൻ പറഞ്ഞത്? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കാൻ. ഇവിടെ ഒരു മന്ത്രിയാണിത് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുകയാണ്. UDF-ലായിരുന്നെങ്കിൽ 24 മണിക്കൂറകം ചെവിക്ക് പിടിച്ച് പുറത്താക്കുമായിരുന്നു, ഇല്ലേ? നമ്മൾ പറയുന്നത് ഒരാളും ഇനി കേരളത്തിൽ വർഗീയത പറയണ്ട. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കൊല കൊമ്പൻ വന്ന് പറഞ്ഞാലും UDF-നെ എതിർക്കും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് പിടയ്ക്കണത്. അപ്പോഴും നമ്മൾ അനങ്ങില്ല, അപ്പോഴും നമ്മൾ വെള്ളം ചേർക്കില്ല. ഇനി ചിലര് വരും നമ്മളെ പേടിപ്പിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ അങ്ങ് ശരിയാക്കി കളയും. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുത് എന്ന് നമ്മൾ തുറന്നു പറയും. എന്നോട് എല്ലാവരും ചോദിച്ചു, എന്തിനാ ഇത്ര കട്ടിക്ക് പറയണത്? ഉറപ്പാണ് എനിക്ക്, UDF-ന് ഉറപ്പാണ്. മതേതര കേരളം ഇരു കൈകളും നീട്ടി ഈ മതേതര നിലപാടിനെ സ്വീകരിക്കും, ഇല്ലേ? പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാളത്തേക്ക് കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും, കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും മത സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഈ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ നിലപാടിന് ജനങ്ങൾ അംഗീകാരം കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം തലയെടുപ്പോടുകൂടി ഈ രാജ്യത്തിന്റെ മുന്നിൽ നിൽക്കും. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ്, ഈ രാജ്യത്തിന് വേണമെങ്കിൽ ഞങ്ങളെ മാതൃകയാക്കാം. നമ്മൾ അതെല്ലാം വിട്ട് നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയുള്ള പ്രവർത്തനങ്ങൾ, നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പണിമുടക്ക്, ദേശീയ പണിമുടക്ക്, കാരണങ്ങൾ കറക്റ്റാണ്. ആ കാരണങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ദേശീയ പണിമുടക്കുന്നവർ കേരളത്തിൽ മാത്രമേ ഹർത്താൽ എന്ത്? തമിഴ്നാട്ടിൽ ചെന്നൈയില്ല, കർണാടകയിൽ ചെന്നൈയില്ല, ബോംബെയിലില്ല, ഇത് അനൗൺസ് ചെയ്ത ഡൽഹിയിലില്ല. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് കേരളത്തിൽ? ഞാൻ പറഞ്ഞു, കേരളം ചർച്ച ചെയ്യണം. 5 വർഷമായി കേരള ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്, അഭിമാനത്തോടെ പറയുന്നു. ഒരു ഹർത്താലും ബന്ധം നടത്തിയിട്ടില്ല അമ്മ. ജനങ്ങൾക്കിടെ അവകാശങ്ങളുടെ മീതെ സംഘടിതമായി കടന്നു കയറാൻ പാടില്ല. എന്ത് മെസ്സേജാണ് പോകുന്നത്? ഞാൻ ഒറ്റ ചോദ്യം, ഈ വിദേശത്ത് നിന്ന് ടൂറിസമാണല്ലോ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം രാജ്യം. 1-2 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്ന് പണം മാറ്റി വെച്ചിട്ടാണ് വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുന്നത്. 1 കൊല്ലം മുമ്പ് അവർ ബുക്ക് ചെയ്യും ഹോട്ടലും സ്ഥലവും. ഇവിടെ വരുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ കേരളം കാണാൻ വേണ്ടി വരിക, ഇറങ്ങുമ്പോൾ പോകാൻ ടാക്സി പോലും ഇല്ല, ഭക്ഷണം പോലും ഇല്ല. എന്തായിരിക്കും അവർ തിരിച്ചു എന്ന് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് കേരളത്തിനെ പറ്റി? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പോകുന്നവർക്ക്, ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്നവർക്ക് എന്താണ് അവരുടെ മനസ്സിലെ ധാരണ? കേരളം മാറി എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റണം. കാലഹരണപ്പെട്ട പരിപാടികളെ അറബിക്കടലിലെറിയണം. നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്.
കൃത്യമായ ഡേറ്റ കളക്ട് ചെയ്തുള്ള സദ്ഭരണം. നിങ്ങൾക്ക് UDF ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം നൽകുന്നത് ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണമാണ്. ആ സദ്ഭരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഈ CPM എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞങ്ങൾ പയ്യന്നൂര് ചെന്നപ്പോ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ്. ഇപ്പൊ CPM-ന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ അപ്പൊ പിരിവ് തുടങ്ങാം, എന്നിട്ട് അത് അടിച്ചു മാറ്റുകയാണ്. അത് ചൂണ്ടിക്കാണിച്ച ആളെ പുറത്താക്കി, കട്ടവനെ അല്ല പുറത്താക്കിയത്, ചൂണ്ടിക്കാണിച്ച കുഞ്ഞികൃഷ്ണ പുറത്താക്കി. അപ്പൊ ഞങ്ങൾ അന്തം വിട്ടു. ശബരിമലയിലോ അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. സ്വർണം മാത്രമല്ല കവർന്നത്, അറിയോ? കോടതി പറഞ്ഞത് അറിയോ? ശ്രീകോവിലിന്റെ മുന്നിലുള്ള അതിമനോഹരമായ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ഒരു കോടീശ്വരന് വിറ്റു എന്ന് ആലോചിച്ച്. കോടീശ്വരനെയും പറ്റിച്ച്, അയാൾക്കറിയില്ല ഇത് കള്ളമുതലാണെന്ന്. എന്നിട്ട് അവിടെ ഒരു വ്യാജൻ ഉണ്ടാക്കി, ചെമ്പിൽ അതുപോലെ തന്നെ. എന്നിട്ട് അതിലെന്തോ പൂശിയിട്ട് അവിടെ കൊണ്ടുവച്ചു. കോടതി പറഞ്ഞു 2019 ഇവർ കവർച്ച തുടങ്ങിയത് ആരും അറിഞ്ഞില്ല. സാധാരണ കള്ളന്മാര് കക്കാൻ തുടങ്ങി ആരും അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 കോടതി പറയാണ് ഒരു പ്രാവശ്യം കട്ടത് പോരാഞ്ഞിട്ട് ഫേക്ക് അർജൻസി ഉണ്ടാക്കിയെന്ന, വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഇപ്പൊ പൂശണം. കോടതി പിടിച്ചു. ഞാൻ അയ്യപ്പനും മനസ്സിലായി അവന്മാർക്കെതിരായിട്ട് ഒരു നടപടിയില്ല. ദേ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി. പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ആർക്കാ? പിണറായി വിജയന്. അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് നടക്കുവാണ്. അപ്പൊ ഈ ഫ്ലക്സ് വെച്ച് കേരളം മുഴുവൻ. അയ്യപ്പനേക്കാൾ വലിയ പടമായിരുന്നു പിണറായി വിജയന്റെ. ദേ ഇപ്പോഴാണ് കണക്ക് അവതരിപ്പിച്ചത്. കണക്ക് അവതരിപ്പിച്ച കേട്ട് കേരളം ചിരിച്ച് മറിഞ്ഞ്. 600 പേരാണ് ആകെ പങ്കെടുത്തത്, 600 പേര്. പക്ഷേ പ്രഭാത ഭക്ഷണത്തിന് എഴുതിയിരിക്കുന്ന 3000 പേര്. ആകെ 600 പേരെ പങ്കെടുത്തിട്ടുള്ളത്. ഉച്ചഭക്ഷണത്തിന് 4000 പേര്, അത്താഴത്തിന് 5000 പേര്. എല്ലാം അടിച്ചു മാറ്റുമായിരുന്നു. കിടക്ക വരെ അടിച്ചു മാറ്റി, എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി, പന്തല് എല്ലാം കോടികളാണ് അയ്യപ്പന്റെ പേരിൽ അടിച്ചു മാറ്റിയത്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ ഒരു തമാശ പറഞ്ഞു. കൊല്ലത്ത് CPM കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് ഒരു ഫെസ്റ്റിവൽ നടത്തി. ഒരു കുതിരയെ കൊണ്ടുവന്നു ഫെസ്റ്റിവലിന്. ഇപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ പൈസ എഴുതി മേടിക്കണം വൗച്ചറിൽ. അപ്പൊ ആ വാഹനത്തിന്റെ നമ്പർ ഇവർ കൊടുത്തു, വാഹനത്തിന്റെ നമ്പർ. അപ്പൊ ഓഡിറ്റുകാര് ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്ന് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്തു. അപ്പൊ നോക്കിയപ്പോ ഒരു മാരുതി കാറേ. ചേട്ടാ, മാരുതി കാറിൽ കുതിര കൊണ്ടുവരാൻ പറ്റുമോ? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന വിദ്വാന്മാരാണ്, ബിരുദന്മാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ പൈസ അടിച്ചു മാറ്റിയത്. എന്തൊരു കള്ളത്തരമാണ്! അയ്യപ്പന്റെ വരെ അടിച്ച് സ്വർണം മാറ്റുകയാണ്. ഇതാണ് പരിപാടി. ഇപ്പൊ പ്രഖ്യാപനങ്ങളാണ്, ഭയങ്കര പ്രഖ്യാപനം. പൂച്ച പെറ്റടക്കുകയാണ് ഖജനാവിൽ. എന്നാൽ പ്രഖ്യാപനത്തിന് ഒരു കുറവുമില്ല. 2021 നിങ്ങളോട് പറഞ്ഞു 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 ആക്കി തരും. കുറെ പേര് പാവങ്ങൾ വോട്ട് ചെയ്ത്. ഇത്ര വലിയ തുകയല്ലേ? 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി. ഏത്? ഇപ്പോ. അപ്പൊ കേരളത്തിലെ നമ്മൾ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളെ, അവരുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ പരീക്ഷിക്കരുത്, അവരെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ജനങ്ങൾ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ടും ചെയ്തു. അപ്പൊ നമ്മുടെ മണിസഖാവ്, എല്ലാവരും ചീത്ത വിളിക്കുന്ന മണിസഖാവ്, ഇടുക്കി എന്ന് പറഞ്ഞു കൊള്ളരുതാത്തവന്മാർ, ഞങ്ങളുടെ കാശം മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്റെ മണിസഖാവെ, അവർ കൊള്ളരുതാത്തവരല്ല, അവർക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട്. അവർക്ക് മനസ്സിലായി നിങ്ങൾ പെൻഷൻ കൊടുക്കാൻ പോകുന്ന 2 മാസത്തേക്കാണ്. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത്. അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് ആരാ? UDF ആണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അവർക്കുണ്ട്. ഇപ്പോ വർഗീയത പറഞ്ഞ് വിഷയങ്ങൾ മാറ്റാൻ, അതായത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഈ വർഗീയതയുമായി വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് പരാജയപ്പെടുത്തണം. നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇരട്ടച്ചങ്കര എന്ന് പറയും മുഖ്യമന്ത്രി. ചുമ്മാ പറയണ. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ ചെന്നാൽ ഒരു ഇരട്ടച്ചങ്കൂല, അവർ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കും. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചെടുക്കാനുള്ള
ധൈര്യമില്ല. അവരുടെ കാലേ കിടക്കുകയാണ്. കാരണം പല കേസുകളാണ്. ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ സഹായിക്കണം. അവരാണെങ്കിൽ BJP ഇതര സംസ്ഥാനങ്ങൾ മുഴുവൻ ED, CBI എല്ലാവരും കയറി ഇറങ്ങി നടക്കുക. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ല, ചേട്ടൻ ബാവയാണ്, അനിയൻ ബാവയാണ്, ഭയങ്കര ഏർപ്പാടാണ്. പകല് മാത്രം സംസാരിക്കുകയുള്ളൂ. BJP രാത്രിയായ രണ്ടുപേരും ഒരുമിച്ചിരിപ്പാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്നുള്ള ഏർപ്പാടാണ്. അപ്പോ ആ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അനീതിക്കും അധർമ്മത്തിനുമെതിരായിട്ട് കൂടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ യുദ്ധം നമുക്ക് ജയിക്കുക തന്നെ വേണം. ഈ ജില്ലയിലുള്ള നേതാക്കൾ, ശ്രീകണ്ഠൻ അടക്കം ഉള്ള എല്ലാ നേതാക്കന്മാരും, UDF നേതാക്കന്മാർ, ഷംസുദ്ദീൻ അടക്കമുള്ള ആളുകൾ, മരക്കാരിക്കടക്കം, തങ്കപ്പനടക്കം എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വലിയ മാറ്റം പാലക്കാട് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നിരിക്കുക. ഉറപ്പാണോ? ഉറക്കെ പറ. പാലക്കാട് കഴിഞ്ഞ സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്ഭുതങ്ങൾ തെരഞ്ഞെടുപ്പിലുണ്ടാവും. വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു കോട്ടയുമില്ല. ഇനി വല്ല കോട്ടയെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇടിച്ച് നിരത്താനുള്ള കരുത്ത് നമ്മുടെ UDF-നുണ്ട്. ഇവിടെ കോട്ടകൾ ഉണ്ടെങ്കിൽ ആ കോട്ടകൾ ഇടിച്ചു നിരത്തപ്പെടും. പുതിയ കോട്ടകൾ സ്ഥാപിക്കപ്പെടും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ട നമ്മൾ ഈ പാലക്കാട് നമ്മൾ സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ UDF വെറും UDF അല്ല, ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പാലക്കാട് ഏറ്റവും കൂടുതൽ സീറ്റുകളുമായി UDF-നൊപ്പം നിൽക്കണം. നിങ്ങളുടെ ഉറപ്പ് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഈ ജില്ലയിൽ നടന്ന പരിപാടി, അതിന് നേതൃത്വം കൊടുത്ത UDF ജില്ലാ കമ്മിറ്റിയെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ, ലീഗിന്റെ കമ്മിറ്റിയെ, ഘടകകക്ഷികളുടെ കമ്മിറ്റികളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മളിവിടെ സമാപിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷകരമായ ഒരു കാര്യം, ശ്രീ VS അച്യുതാനന്ദൻ ഒരു പ്രതീകമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി ഒരു മകനെ പോലെ വാത്സല്യത്തോടുകൂടി അദ്ദേഹം കൊണ്ടു നടന്ന നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്, UDF-ലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകും, UDF-ലേക്ക് വരും. ഞാൻ പറയട്ടെ, സാംസ്കാരിക ലോകം നമ്മുടെ കൂടെയാണ്. കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട. മലയാളി പ്രിയങ്കരിയായ നോവലിസ്റ്റ് ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 വേണ്ട. UDF-ന്റെ കൂടെയാണ്. UDF ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇടതുപക്ഷ സഹയാത്രിക അക്സർ ഇരിക്കുന്നു. നിന്റെ ഇടതുപക്ഷ സഹയാത്രിക അവരുടെ അദ്ദേഹം നമ്മുടെ കൂടെയാണ്. അദ്ദേഹം ഭംഗിയായി TV ചാനലിൽ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്, വക്താവാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. കാരണം ഇടതുപക്ഷ സഹയാത്രികരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചു. എന്താണെന്നറിയോ? അവർ നമുക്ക് വോട്ട് ചെയ്യും. ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ നിങ്ങൾ ചേർത്ത് പിടിച്ചോ. കാരണം നമ്മളെക്കാൾ വാശിയിലാണ് അവർ. ഇവരെ താഴെ ഇറക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് ഇടതുപക്ഷ പാർട്ടിയല്ല, ഇവർ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. തീവ്ര വലതുപക്ഷ പാർട്ടി. ഇവരും BJP തമ്മിൽ പോകുന്ന ആളുകളാണ്. നമ്മളാണ് അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ കണ്ടെത്തി അവരെ ചേർത്തു നിർത്തുന്നവർ എന്ന് കാലം തെളിയിക്കുകയാണ്. ജനങ്ങൾക്ക് വിശ്വാസം നമ്മളെയാണ്. സാംസ്കാരിക ലോകത്തിന് വിശ്വാസം നമ്മളെയാണ്. നാടിന് വേണ്ടി, നാടിന് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. കേരളം ഒരുമിച്ചാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ പോരാളികളെ പോലെ, വിട്ടുവീഴ്ചയില്ലാത്ത പോരാളികളെ പോലെ, വിശ്രമമില്ലാത്ത പോരാളികളെ പോലെ പ്രവർത്തിക്കണം. ഞാൻ ഈ പാലക്കാടത്തെ വിജയം അത് സുനിശ്ചിതമാക്കാനുള്ള ചുമതല മുഴുവൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചൊല്ലും.